ശ്രീ ജയൻ ചേർത്തല, ഞാൻ പറയാൻ കാര്യം ഈ AMMAയിൽ താരസംഘടനയിൽ അംഗങ്ങളായ പലരും ഫെഫ്കയിലും എല്ലാം അംഗങ്ങളാണല്ലോ. പല പദവികൾ വഹിക്കുന്നവരുണ്ടല്ലോ. നടന്മാർ മാത്രമല്ലല്ലോ, നിർമ്മാതാക്കളുമൊക്കെ ഈ നടന്മാരിലും നടിമാരിലും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സിങ്ക് ചെയ്ത് കിടക്കുന്ന സംഘടനകളാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു സംഘടനയുടെ ഒരു ചേർത്തുപിടിക്കൽ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. പരാതിയുമായി വന്നാലും ഈ രേവതിക്കുണ്ടായ അനുഭവം മറ്റൊരാൾക്ക് ഉണ്ടാകാതിരിക്കുക കൂടി വേണം. ഉറപ്പായിട്ട്. അപ്പോൾ നമ്മൾ മനസ്സിൽ ഞാൻ ആദ്യം ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സുമായിട്ട് സംസാരിച്ചപ്പോൾ, എക്സിക്യൂട്ടീവ് കൂടിയിട്ടല്ല, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൻ്റെ ഒക്കെ സംസാരിച്ചപ്പം ഞാൻ മുന്നോട്ട് വെച്ചൊരു ആശയം എന്ന് പറയുന്നത് സിനിമയിലെ എല്ലാവരും, ഇൻക്ലൂഡിങ് പ്രൊഡ്യൂസേഴ്സ്, ചേംബർ, FFK, അതിൻ്റെ ഭാരവാഹികളും അമ്മയും ഒന്നിച്ച് ചേർന്നിരുന്നിട്ട് ഇതിനൊരു സൊല്യൂഷൻ സോർട്ട് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് ഏകപക്ഷീയമായിട്ട് അമ്മയുടെ ആൾക്കാർ മാത്രം എടുക്കേണ്ട ഒരു തീരുമാനമല്ല. കാരണം ഈ റിപ്പോർട്ട് വരികയാണെങ്കിൽ അതിനകത്ത് ഇപ്പം രഞ്ജിത്ത് സാറ് ഈസ് എ ടെക്നീഷ്യൻ, അദ്ദേഹം ഒരു ഡയറക്ടറാണ്, അതിന് സിദ്ദിഖേട്ടൻ ഒരു ആക്ടറാണ്. അപ്പം അവർ രണ്ടുപേരും രണ്ട് സംഘടനയുടെ ഭാരവാഹികളാണ്. ഒരാൾ FFKയുടെയാണ്, ഒരാൾ അമ്മയുടെയാണ്. അപ്പോൾ അതുപോലെ ഇതൊരു സിനിമ ഫ്രറ്റേണിറ്റി, മൊത്തത്തിൽ ഇതൊരു സിനിമയുടെ ശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പ്രവർത്തനമായതുകൊണ്ട് ആ ശുദ്ധീകരണത്തിൽ മലയാള സിനിമയിലെ എല്ലാവരും പങ്കുചേരണം. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഹാസ് ഗോട്ട് ഹിസ് ഓൺ പ്രയോറിറ്റി. അതിനകത്ത് ഒരാൾക്കും ഒരു പ്ലാറ്റ്ഫോമും ഇല്ലാതില്ല. എല്ലാവരും കോർത്തിണക്കിക്കൊണ്ട് എവറി ഇൻഡിവിജ്വൽ ഷുഡ് ബി ഗിവൺ ദ ഫ്രീഡം ടു സ്പീക്ക്. അത് സംസാരിച്ചുകൊണ്ട് അതൊരു പ്രതി ബിഗ് പ്രോസസ്സാണ്. എന്നാലും പറയാണ്, അങ്ങനെ ഉരുത്തിരിയുന്ന ഒരു തീരുമാനത്തിലെത്താൻ, ഒരു കൺസെൻസിലെത്താൻ സാധിച്ചില്ലെങ്കിൽ അത് ദോഷം ചെയ്യും. അപ്പോൾ അതിലോട്ടുള്ള നീക്കത്തിന് അമ്മ ഇനിഷ്യേറ്റീവ് എടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ നന്ദി ശ്രീ ജയൻ ചേർത്തല. ഞാൻ അങ്ങയോട് ചോദിച്ച ചോദ്യങ്ങളിൽ അങ്ങ് എല്ലാത്തിനും തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും അങ്ങ് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇറ്റ്സ് എ റിക്വസ്റ്റ് ടുവേർഡ്സ് റിപ്പോർട്ടർ TV. നിങ്ങൾ ദയവ് ചെയ്ത് അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പേര് അമ്മ എന്ന് തന്നെയാണ്. ദയവ് ചെയ്ത് അതിനെ AMMA ആക്കരുത്. അത് നമുക്ക് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അമ്മ എന്ന് വിളിക്കണമെങ്കിൽ അമ്മ ചെയ്യുന്നത് പോലെ മക്കളെയെല്ലാം ഒരുപോലെ കാണണം. ശ്രീ ജയൻ ചേർത്തല, മക്കളെയെല്ലാം ഒരുപോലെ കാണുന്ന ഒരു കാലം താങ്കളുടെ നേതൃത്വത്തിൽ ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ വിളിക്കാം. ഓക്കെ, വിളിപ്പിക്കും. ഞങ്ങൾ നിങ്ങളെ കൊണ്ട് വിളിപ്പിച്ചിരിക്കും. അത് ഞങ്ങളുടെ, എനിക്ക് വിളിക്കാൻ ഒരു മടിയുമില്ല. കാരണം ആ രീതിയിലാകണം ആ സംഘടന എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞാൻ എന്നും. താങ്കൾ കൂട്ടിക്കോളൂ. അല്ല, എന്താണെന്നറിയാവോ, അതുകൂടെ കൂട്ടിച്ചേർക്കാം. ഞാൻ കൂട്ടിച്ചേർക്കാം. ഇത്രയും നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞല്ലോ. ഇനി എനിക്ക് പറയാനുള്ളത്, അമ്മ എന്നെ സംബന്ധിച്ച് അമ്മ സംഘടന ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു തന്നെ. കാരണം ഈ 506 മെമ്പർമാരുടെ ഒരു സംഘടനയാണെങ്കിലും ഈ 506 മെമ്പേഴ്സിനും അവിടെ ഇൻഷുറൻസ് പരിരക്ഷയാണ് 5 ലക്ഷത്തിൻ്റെ ഒരു വർഷത്തേക്കുള്ളത്. അതിൻ്റെ പ്രീമിയം അടയ്ക്കുന്ന ആരാന്നറിയാമോ? അമ്മയാണ്. അപ്പോൾ ആരോഗ്യം സംരക്ഷിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു 106-110 പേർക്കോളം 5000 രൂപ പെൻഷൻ കൊടുക്കുകയാണ്. അപ്പം സിനിമ കുറഞ്ഞു നിൽക്കുന്ന ആൾക്കാർക്ക് മാസം ഒരു വരുമാനത്തിന് വേണ്ടി 5000 രൂപ കൊടുക്കുന്നു. ഇപ്പം എന്താ, 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും മരുന്ന് കൊടുക്കുകയാണ്. ക്രിട്ടിക്കൽ ഇൽനെസ് ഉള്ളവരെ എത്രയും പെട്ടെന്ന് അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ കരുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തൊക്കെ ചാരിറ്റബിൾ, അതുപോലെ തന്നെ സമൂഹത്തിന് ചെയ്യുന്നില്ല എന്ന് ധരിക്കരുത്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, ഇപ്പം തന്നെ ഈ അമ്മ മഴവിൽ മനോരമയായിട്ട് ചേർന്ന് ഷോ നടത്തിയത് എന്തിനാണെന്നറിയാവോ? അതിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നിന്ന് ഒരു ഭാഗം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കുറച്ച് കടങ്ങളുണ്ട്, അത് തീർക്കുന്നതിനപ്പുറം അവരെ നമ്മൾ സഹായിക്കുകയാണ്. ബാക്കി പൈസ കൊണ്ട് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ഈ പ്രകൃതിക്ഷോഭത്തിൽ കഷ്ടപ്പെട്ടു പോയ ആൾക്കാരുടെ സഹായത്തിന് വേണ്ടി തന്നെയാണ് ആ പൈസ ഉപയോഗിക്കുന്നത്. ഒരു പക്ഷേ മാഡത്തിന് ഓർമ്മ കാണും, മുൻകാലങ്ങളിൽ കൊറോണ വന്ന് ഇവിടെ അഫക്റ്റ് ചെയ്ത സമയത്ത്, വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഭക്ഷ്യ കിറ്റുകൾ നൽകി അമ്മ ഒരുപാട് പൊതുജനങ്ങളെ സഹായിച്ചിട്ടുണ്ട്. 5-10 പേർക്ക് വീട് പണിത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ദുഃഖം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പോലും ഇത്രയും നന്മകൾ ചെയ്ത ഒരു സംഘടനയെ AMMA എന്ന് വിളിക്കാൻ തയ്യാറാവുന്നത് ഒരുപക്ഷെ നിങ്ങളുടേതായ ന്യായീകരണങ്ങൾ കാണും. പക്ഷേ നിങ്ങളെക്കൊണ്ട് അമ്മയെന്ന് വിളിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യം തന്നെയാണ്. നിങ്ങൾ വിളിച്ചിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോകും. ഓക്കെ, തീർച്ചയായും. AMMA എന്ന് വിളിച്ചത് മക്കളെ ഒരുപോലെ കാണാത്ത ഒരു സാഹചര്യം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. അതൊരു നിലപാടാണ്, അതൊരു രാഷ്ട്രീയ നിലപാടാണ്, അതൊരു ജെൻഡർ പൊളിറ്റിക്സ് ആണ്. ശ്രീ ജയൻ ചേർത്തല, അങ്ങ് അത് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ബോധ്യവുമായി ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് ഞാനും എടുത്തിരിക്കുന്ന ഈ നിലപാട്. അത് മക്കളെ ചേർത്ത് പിടിക്കുന്ന, സ്നേഹിക്കുന്ന, താങ്കൾ പറഞ്ഞതുപോലെ നന്മ ചെയ്യുന്ന, പൂർണ്ണമായും നല്ല വഴിയിൽ പോകുന്ന ചെയ്ത്തുകൾ ആകുമ്പോൾ അങ്ങനെ വിളിക്കുന്നതിന് ഒരു മടിയുമില്ല എന്ന ഒരു മറുപടി കൂടി താങ്കൾക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ ജയൻ ചേർത്തല.